السلام عليكم ورحمة الله وبركاته. أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. الحمد لله رب العالمين. الصلاة والسلام على سيدنا محمد وعلى آله وأصحابه وأتباعه أجمعين. اللهم رب اشرح لي صدري ويسر لي أمري واحلل عقدة من لساني يفقهوا قولي. اللهم رب يسر ولا تعسر رب زدنا علما وحلما وحفظا وعقلا وأدبا كاملا. رب تمم بالخير والسعادة برحمتك يا أرحم الراحمين. بسم الله الرحمن الرحيم. وتركنا بعضهم يومئذ يموج في بعض ونفخ في الصور فجمعناهم جمعا وعرضنا جهنم يومئذ للكافرين عرضا. الذين كانت أعينهم في غطاء عن ذكري وكانوا لا يستطيعون سمعا. അല്ലാഹു സുബ്ഹാനഹു വ തആല പരിശുദ്ധവും പരിപാവനവുമായ ഈ ദീനിയായ മജ്‌ലിസിൽ വിശുദ്ധ റമദാനിന്റെ 27ാമത് രാവിനോട് ചേർന്ന് നിൽക്കുന്ന ഈ മഹത്തായ സ്വലാത്തിന്റെ ദുആയുടെ ഇൽമിന്റെ ഖുർആൻ ക്ലാസിന്റെ മജ്‌ലിസിൽ ഒരുമിച്ച് കൂട്ടിയതുപോലെ പടച്ചറബ് അവരുടെ കരുണയും സ്നേഹവും കൊണ്ട് നിറച്ചിട്ടുള്ള സ്വർഗ്ഗത്തിലും അല്ലാഹു നമ്മെയും നമ്മളുമായിട്ട് വേണ്ടപ്പെട്ടവരെയും ഒരുമിച്ച് കൂട്ടി അനുഗ്രഹിക്കുമാറാകട്ടെ. പരിശുദ്ധമായ ഖുർആൻ സൂറത്തുൽ കഹ്ഫ് അതിജീവനത്തിന്റെ പ്രകാശനാളം എന്ന വിഷയത്തെ അധികരിച്ചുകൊണ്ട് കഴിഞ്ഞ കുറെ നാളുകളായി ആഴ്ചകളായി നമ്മൾ പഠനം നടത്തി വരികയായിരുന്നു. അതിൽ കഴിഞ്ഞ ക്ലാസ്സിൽ ദുൽഖർനൈൻ എന്ന ലോക ചക്രവർത്തിയെ സംബന്ധിച്ച് നമ്മൾ മനസ്സിലാക്കിയിട്ടുണ്ട്. ദുൽഖർനൈൻ എന്ന ലോക ചക്രവർത്തി ലോകം മുഴുവൻ സഞ്ചരിച്ചു പോയി. അള്ളാഹു ലോകത്തിലുള്ള സർവ്വ സൗകര്യങ്ങളും അദ്ദേഹത്തിന് അധീനപ്പെടുത്തി കൊടുത്തതിന്റെ അടിസ്ഥാനത്തിൽ ലോകത്തിന്റെ എല്ലാ ദിക്കുകളിലേക്കും സഞ്ചരിച്ചു പോയിട്ട് അള്ളാഹു ഏൽപ്പിച്ചിട്ടുള്ള ദൗത്യങ്ങൾ പൂർത്തീകരിക്കുന്നതിനിടയിൽ ഒരു പ്രത്യേക വിഭാഗത്തെ കണ്ടെത്തുകയും അവർ ആ നാട്ടിൽ പ്രശ്നവും ഫസാദും ഉണ്ടാക്കിക്കൊണ്ടിരുന്ന യഅ്ജൂജ് മഅ്ജൂജ് എന്ന വിഭാഗത്തെ രണ്ട് മലകൾക്കിടയിൽ ബന്ധിച്ച ഒരു റദിമ്, ഒരു സദ്, ഒരു തടയിന ഉണ്ടാക്കിയതായിട്ട് കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ സംസാരിച്ചിരുന്നു. حتى إذا بلغ بين السدين وجد من دونهما قوما لا يكادون يفقهون قولا. അങ്ങനെ ദുൽഖർനൈൻ എന്ന രാജാവ് ഈ രണ്ട് മലകൾക്കിടയിൽ എത്തിയപ്പോൾ അവിടെ ഒരു സമൂഹത്തെ കണ്ടെത്തി. അവര് സംസാരിച്ചാൽ മനസ്സിലാവുന്ന കൂട്ടരല്ലായിരുന്നു. പക്ഷേ ദുൽഖർനൈൻ എന്ന രാജാവിന് അല്ലാഹു എല്ലാ മനുഷ്യരുടെയും ഭാഷ വശപ്പെടുത്തി കൊടുത്തിട്ടുള്ളത് കൊണ്ട് അപരിഷ്കൃതരാണെങ്കിൽ പോലും ഒരു സമൂഹത്തെ ഉൾക്കൊള്ളാനും മനസ്സിലാക്കാനുള്ള പാകത അല്ലാഹു അദ്ദേഹത്തിന് നൽകി കൊടുത്തതിന്റെ അടിസ്ഥാനത്തിൽ അദ്ദേഹം കാര്യം മനസ്സിലാക്കി അവർ പറഞ്ഞു, ഇന്ന യഅ്ജൂജ വമഅ്ജൂജ മുഫ്സിദൂന ഫിൽ അർദ്. യഅ്ജൂജ് മഅ്ജൂജ് എന്നൊരു വിഭാഗം അവർ ഭൂമിയിൽ പ്രശ്നങ്ങൾ ഉണ്ടാക്കിക്കൊണ്ടിരിക്കുകയാണ്. ഫഹൽ നജഅലു ലക ഖർജൻ അലാ അൻ തജഅല ബൈനനാ വബൈനഹും സദ്ദാ. നമ്മളെയും അവരുടെയും ഇടയിൽ ഒരു സദ്ദിനെ, ഒരു തടയിനെ, ഒരു റദിമിനെ ഉണ്ടാക്കി തന്നിട്ട്
അവരുടെ പ്രശ്നത്തിൽ നിന്ന് നമുക്ക് സംരക്ഷണമേകാൻ അങ്ങേക്ക് ഒരു പിരിവെടുത്ത് തരട്ടോ, ഒരു കളക്ഷൻ എടുത്ത് തരട്ടോ, ഒരു ഉപഹാരം തരട്ടോ എന്ന് ചോദിച്ചപ്പോ ഹസ്രത്ത് ദുൽഖർനൈൻ എന്ന ലോക ചക്രവർത്തി അവർക്ക് കൊടുത്ത മറുപടി ഇപ്രകാരമായിരുന്നു: എന്റെ റബ്ബ് എനിക്ക് സംവിധാനപ്പെടുത്തി തന്ന, സൗകര്യപ്പെടുത്തി തന്നതെല്ലാം എനിക്ക് ഏറ്റവും ഉത്തമമാണ് നിങ്ങൾ എനിക്ക് നൽകുന്ന ഉപഹാരത്തെക്കാൾ. എന്നിട്ട് പറഞ്ഞു, നിങ്ങൾ നിങ്ങളുടെ ശക്തി കൊണ്ട്, പവർ കൊണ്ട്, മാൻ പവർ കൊണ്ട് എന്നെ ഹെൽപ്പ് ചെയ്യും, ഞാൻ നിങ്ങൾക്ക് ഒരു റഥം ഉണ്ടാക്കി തരാം. അങ്ങനെ ഇരുമ്പിന്റെ കട്ടകൾ നിങ്ങൾ കൊണ്ടുവരും. അങ്ങനെ ഇരുമ്പ് കട്ടകളൊക്കെ നല്ലതുപോലെ വെച്ച് തമ്മിൽ ചേർത്ത് വെച്ചിട്ട് എല്ലാവരും ഊതി, അങ്ങനെ ഊതിയിട്ട് അവിടെ തീ കത്തിച്ചിട്ട് അവിടെ രണ്ടു നല്ല ഊരിക്ക് സെറ്റാക്കി വെച്ചിട്ട് പറഞ്ഞു, നിങ്ങൾ ചെമ്പ് കൊണ്ടുവരും, അതിന്റെ ഇടയിൽ നമുക്ക് ഉരുക്കി ഒഴിക്കാം. അങ്ങനെ ഉരുക്കി ഒഴിച്ചതിനെ സെറ്റാക്കി. എന്നിട്ട് അവരുടെ പറഞ്ഞു, ഇതിൽ കയറാനോ ഇതിൽ ഇനി തുടയുണ്ടാക്കി പുറത്തു വരാനോ യജൂജ് മാജൂജിന് കഴിയില്ല എന്ന് പറഞ്ഞു. എന്നിട്ട് അവരൊരു കാര്യം കൂടി ചേർത്ത് പറഞ്ഞു, ഇതെന്റെ റബ്ബിന്റെ ഭാഗത്തുനിന്നുള്ള പ്രത്യേക കരുണയാണ്, എന്റെ കഴിവ് സാമർഥ്യമല്ല, എന്റെ പടച്ചവൻ നൽകിയ കരുണയാണ്. എന്റെ നാഥന്റെ തീരുമാനം വന്നാൽ എത്ര ശക്തമായ മതിൽ കെട്ടിനെയും പൊടി പൊടിയായിട്ട് പൊടിച്ചു കളയും. എന്റെ റബ്ബിന്റെ വാഗ്ദാനം സത്യമാണ്. ഇത്രയാണ് കഴിഞ്ഞ ആഴ്ചയിൽ നമ്മൾ സംസാരിച്ചത്. ഇപ്പൊ നമുക്ക് പറയാനുള്ളത് 99ാമത്തെ ആയത്ത്. وَتَرَكْنَا بَعْضَهُمْ يَوْمَئِذٍ يَمُوجُ فِي بَعْضٍ وَنُفِخَ فِي الصُّورِ فَجَمَعْنَاهُمْ جَمْعًا. അങ്ങനെ അവരിൽ ചിലരെ മറ്റു ചിലരുടെ മേൽ ഇങ്ങനെ ഉന്തി മറിയുന്ന നിലയിൽ നാം അവരെ ഉപേക്ഷിച്ചു. ഇനി സൂറിൽ ഊതപ്പെട്ട് കഴിഞ്ഞാൽ അവരൊക്കെ നാം ഒരുമിച്ച് കൂട്ടും എന്നാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല ഈ ആയത്തിൽ പറഞ്ഞു വെച്ചത്. ഇവിടെ മഹാനായ ഇമാം ഖുർതുബി റളിയല്ലാഹു അൻഹു തങ്ങളുടെ തഫ്സീറിൽ ഇവിടെ ഒന്നിനുമേൽ ഒന്നായിട്ട് ഇങ്ങനെ തിങ്ങി മറിയുന്ന മൗജ് എന്ന് പറഞ്ഞാൽ തിരമാല പോലെ തമ്മിൽ ഇങ്ങനെ തിങ്ങി മറിയുന്ന രൂപത്തിൽ ഇട്ടേച്ച് പോയി എന്ന് പറയുന്നതിന് 3 അഭിപ്രായമാണ് പറഞ്ഞത്. ഒന്ന്, ഖിയാമത്ത് നാളാകുമ്പോൾ മനുഷ്യരും ജിന്നുവർഗങ്ങളും ഒന്നിനുമേൽ ഒന്നായിട്ട് ഇങ്ങനെ തിങ്ങി മറിയും, തിരമാലകൾ പോലെ ഒരഭിപ്രായം. 2, ദുൽഖർനൈൻ ഈ സദ്ദിന്റെ പണി പൂർത്തിയാക്കി കഴിഞ്ഞപ്പോ അതിനകത്ത് കിടന്നിട്ട് ഇങ്ങനെ യജൂജ് മാജൂജ് തമ്മിൽ ഉന്തി മറിയാൻ തുടങ്ങി. 3, ഇനി നാളൊരു സമയം യജൂജ് മാജൂജ് ഈ സദ്ദിനെ പൊട്ടിക്കും. അവരെല്ലാ ദിവസവും ഇതിനെ തുരന്നുകൊണ്ടിരിക്കുകയാണ്, ഇതിനെ തകർക്കാനുള്ള ശ്രമത്തിൽ നിരതരായിക്കൊണ്ടിരിക്കുകയാണ്. ഇനി നാളെ സമയത്തിന് ചെയ്യും, അവരതിനെ പൊട്ടിക്കും. ഖിയാമത്ത് നാളാകുമ്പോ ഖിയാമത്ത് നാളിന്റെ പ്രധാനപ്പെട്ട 10 അടയാളമാണ് യജൂജ് മൗജൂജിന്റെ പുറപ്പെടൽ. ഒരിക്കൽ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം സഹാബത്തിന് പറഞ്ഞു അത്രേ, അറബികൾക്ക് നാശം. ഇങ്ങനെ കൈകൊണ്ട് ഇങ്ങനെ വട്ടത്തിലാക്കിയിട്ട് റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു അത്രേ, യജൂജ് മൗജൂജ് ആ സദ്ദിനെ എത്രത്തോളം തുറന്നു വെച്ചിരിക്കുന്നു എന്ന് പറഞ്ഞാൽ യജൂജ് മൗജൂജ് പുറപ്പെടാനായി. യജൂജ് മൗജൂജ് പുറപ്പെട്ടു കഴിഞ്ഞാൽ പിന്നെ ഖിയാമത്ത് നാളായി, ലോകത്തിന്റെ അവസാനമായി. അപ്പൊ ചോദിച്ചു, ഞങ്ങളിൽ സൽക്കർമ്മികൾ ഉണ്ടായിരിക്കെ അവർ പുറപ്പെടുമോ? റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞിട്ടുണ്ടായി, നീചവൃത്തികളും അക്രമങ്ങളും അനീതികളും വ്യാപകമായാൽ അതുണ്ടാവുക തന്നെ ചെയ്യും. ഇൻഷാ അല്ലാഹ് ശേഷം നമുക്ക് അതിന്റെ വിശദീകരണത്തിലേക്ക് വരാം. അപ്പോ അവരിതൊരു ദിനേന പണിപ്പെട്ടുകൊണ്ടിരിക്കുകയാണ് ഇത് തകർത്ത് പുറത്തു വരാൻ വേണ്ടി. അങ്ങനെ പുറത്തു വരുന്നൊരു ദിവസമുണ്ട്. ആ ദിവസം ഇവരിങ്ങനെ തമ്മിൽ ഒന്നിനു മീതെ ഒന്നായിട്ട് മറിയും എന്ന 3 അഭിപ്രായമാണ് ഇവിടെ ഇമാം ഖുർതുബി റളിയല്ലാഹു അൻഹു രേഖപ്പെടുത്തിയിട്ടുള്ളത്. പക്ഷെ ഏറ്റവും അതിൽ പ്രബലമായ അഭിപ്രായം മധ്യത്ത് പറഞ്ഞ 2ാമത് പറഞ്ഞ അഭിപ്രായമാണ്.
ഇതിനെ രണ്ട് മലകൾക്കിടയിൽ അവരെ അകത്താക്കിയിട്ട് ഈ ഇരുമ്പ് കട്ടകൾ വെച്ച് ചെമ്പ് കൊണ്ട് ഉരുക്കി പിടിപ്പിച്ച് സത്യന്റെ പൂർത്തീകരണത്തിന് ശേഷം ആ റദ്മിന്റെ പൂർണ്ണതയ്ക്ക് ശേഷം അവരൊന്നിന്മേൽ ഒന്നായിട്ട് അവിടെ ഇങ്ങനെ തിരിഞ്ഞു മറിഞ്ഞുകൊണ്ടിരിക്കുകയാണ് എന്നാണ് പ്രബലമായ അഭിപ്രായം എന്ന് മഹാനവറുകൾ അതിനകത്ത് സ്ഥാപിക്കുകയുണ്ടായി. അപ്പൊ യജൂജ് മജൂജ് എന്ന വിഭാഗത്തെ കുറിച്ച് നമ്മൾ അനിവാര്യമായിട്ട് മനസ്സിലാക്കേണ്ടതുണ്ട്. നാളെ ഖിയാമത്ത് നാളിന്റെ പ്രധാനപ്പെട്ട ഒരു അടയാളമായിട്ട് കടന്നു വരുന്ന ഈ സമൂഹം ആരാണ് യജൂജ് മജൂജ്? നോഹ് നബി അലൈഹിസ്സലാമിന് 3 മക്കളായിരുന്നു: സാം, ഹാം, യാഫത്ത്. ആദം നബി അലൈഹിസ്സലാത്തു വസ്സലാമിന് ശേഷം നോഹ് നബിയുടെ കാലത്ത് വീണ്ടും സമൂഹം ചുരുങ്ങിപ്പോയല്ലോ. ആദം നബി അലൈഹിസ്സലാമും ഹവ്വായും ഭൂമിയിൽ വന്ന് അവർക്ക് മക്കളുണ്ടായി, കുറച്ച് മക്കളൊക്കെ ഉണ്ടായി. പിന്നെ കുറച്ച് നാൾ കഴിഞ്ഞിട്ട് നോഹ് നബിയുടെ കാലത്താണ് ശരീഅത്ത് സ്റ്റാർട്ട് ചെയ്യുന്നത്. അപ്പൊ അവരെ വിശ്വസിച്ച തുച്ഛമായ ചില ആൾക്കാരും കപ്പലുമായിട്ട് പോയ സംഭവം പിന്നെ നമ്മൾ കേട്ടിട്ടുണ്ടാവുമല്ലോ. അപ്പൊ അതിൽ വീണ്ടും സമൂഹം ചുരുങ്ങി വന്നപ്പോ പിന്നെ അവിടെ നിന്നാണ് സമൂഹത്തിന്റെ പ്രാരംഭം വരുന്നത്. നോഹ് നബി അലൈഹി സ്വലാമിന്റെ 3 മക്കളാണ്: സാം, ഹാം, യാഫത്ത്. അതിൽ സാം എന്ന മകന്റെ സന്താന പരമ്പരയിലാണ് അറബികളും പേർഷ്യക്കാരും റോമക്കാരും വരുന്നത്. ഹദീസിൽ കാണാം, ഇമാം അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹു നിവേദനം ചെയ്യുന്ന ഹദീസിൽ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറയുകയുണ്ടായി, സാം എന്ന സന്താനത്തിന്റെ മകന്റെ സന്താന പരമ്പരയിലാണ് അറബികളും പേർഷ്യക്കാരും റോമക്കാരും വരുന്നത്. വൽ ഖൈറു ഫീഹി, അവരിലാണ് സർവ്വ നന്മകളും ഉള്ളത്. ഇനി മറ്റൊരു മകനുണ്ട്, യാഫത്ത്. യാഫത്തിന്റെ സന്താന പരമ്പരയിലാണ് യജൂജ് മജൂജ്, തുർക്കികൾ, സ്ലാവുകൾ എന്നറിയപ്പെടുന്ന സഹാലിബത്തുള്ളത്. ലാ ഖൈറ ഫീഹി, അവരൊരു നന്മയും ഒരിക്കലും ഇല്ല. ഹാമിന്റെ മക്കളായിട്ട് വരുന്നവരാണ് തിബത്തികളും ബർബറുകളും സുഡാൻകാരും എന്ന് പറയുകയാണ്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അവരെ സംബന്ധിച്ചുള്ള വ്യക്തമായ സൂചനകളും അവരെ സംബന്ധിച്ചുള്ള വിശദീകരണം നമുക്ക് നൽകിയിട്ടുണ്ട്. ഇതിനിടയിൽ മറ്റൊരു അഭിപ്രായമുണ്ട്. പറഞ്ഞതായിട്ട് ഒരിക്കൽ ആദം നബി അലൈഹി സ്വലാത്തു വസ്സലാമിന് സ്വപ്നസ്ഖലനം ഉണ്ടായത്. അങ്ങനെ അവരുടെ ആ സ്കെച്ച് വന്നത് മണ്ണുമായിട്ട് കലർന്നപ്പോൾ അവർക്ക് അതിൽ നിരാശ ഉണ്ടാവുകയും അങ്ങനെ അതിൽ നിന്ന് സൃഷ്ടിക്കപ്പെട്ട സൃഷ്ടികളാണ് യജൂജ് മജൂജ്. അപ്പൊ അങ്ങനെ നോക്കുമ്പോൾ യജൂജ് മജൂജുമായിട്ട് വാപ്പ വഴിക്കുള്ള ഒരു ബന്ധം നമുക്കുണ്ട് അവരുമായിട്ട്. പക്ഷെ അതിനെ ഖണ്ഡിക്കുന്നുണ്ട്. കാരണം നബിമാർക്ക് സ്വപ്നസ്ഖലനം ഉണ്ടാവില്ലല്ലോ എന്ന് പറഞ്ഞു. ഏതായാലും നമ്മൾ നേരത്തെ പറഞ്ഞ യാഫത്തിന്റെ സന്താന പരമ്പരകളാണ് യജൂജ് മജൂജ് എന്ന് തന്നെയാണ് അതിന്റെ പ്രബലമായ പക്ഷം. ഇബ്നു മസ്ഊദ് റളിയല്ലാഹു അൻഹു നിവേദനം ചെയ്ത ഹദീസിൽ കാണാം, യജൂജ് മജൂജിനെ സംബന്ധിച്ച് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ചോദിച്ചപ്പോൾ തങ്ങൾ പറയുകയുണ്ടായി, യജൂജ് മജൂജ് ഉമ്മത്താനി കുല്ലു ഉമ്മത്തിൻ 400,000. 2 വലിയ സമൂഹമാണ്, വലിയ സമൂഹം. ഇതൊക്കെ നിശ്ചയിക്കുന്നതിന് അപ്പുറമാണ് അവരുടെ കസറത്ത്, അവരുടെ എണ്ണം. ഓരോ ഉമ്മത്തും 4000 പേര് വരും. അങ്ങനെയുള്ള 2 ഉമ്മത്താണ്. പക്ഷെ ഈ ഓരോ ഉമ്മത്തിനെയും അവർ ആർക്കും തിട്ടമായിട്ട് അറിയില്ല, അല്ലാഹുവിനല്ലാതെ. അവരിൽ നിന്ന് ഒരാൾ മരിക്കുമ്പോ ലാ യമൂതു റജുലു മിൻഹും ഹത്താ യഖ്റജു അൽഫദത്തിൽ മിൻ സുബി കുല്ലുഹും ഖദ് ഹമല സിലാം. അതാണ് നമ്മുടെ പ്രത്യേകത. തന്റെ സന്താന പരമ്പരയിൽ നിന്ന് 1000 പേരെ കണ്ടിട്ടേ ഒരാൾ മരിക്കും. ചിന്തിച്ചോ, ഓരോരുത്തരും മരിക്കുമ്പോ തന്റെ സന്താന പരമ്പരയിലുള്ള 1000 പേരെ വെച്ചിട്ടേ ഒരാൾ മരിക്കും. 1000 വെച്ചാണ് വർദ്ധനവ്, 1000 വെച്ചാണ് വർദ്ധനവ്. കുല്ലുഹും ഖദ് ഹമല സിലാം, എല്ലാവരും ആയുധധാരികളായിരിക്കും. അപ്പൊ എത്രത്തോളം പ്രശ്നമുണ്ടാകും, ഫിത്ന ഉണ്ടാകും നമുക്ക്. ഒരിക്കൽ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ചോദിക്കപ്പെട്ടു, നബിയെ, ഈ യജൂജ് മജൂജിനെ കുറിച്ച് നമുക്കൊന്ന് വർണ്ണിച്ചു തരാമോ? തങ്ങൾ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞിട്ടുണ്ടായി, സലാസത്തു അസ്നാം, 3 ഇനങ്ങളാണ് യജൂജ് മജൂജ്. മൊത്തത്തിൽ 3 പാർട്ടീസാണ്. അത് ഒരു കൂട്ടര് അസ്സുസ്, അത് ഷാമിൽ ഒരു വൃക്ഷമാണ്. അതിന്റെ നീളം എന്ന് പറയുന്നത് 120 മുഴമാണ്. 120 മുഴ. അതൊരു മഴ നമ്മൾ പറഞ്ഞാൽ ഈ മുട്ടുപത്രയൊക്കെ ഉള്ള ഒരു മഴ. 120 മഴ നമ്മൾ കണക്കാക്കി നോക്കി ഒരായിട്ട്.
ഇനി മറ്റൊരു ഐറ്റം ഉണ്ട്, ഒരു മഴ നീളവും ഒരു മുഴ വീതിയും ഉണ്ട്. ഇനി മറ്റൊരു കൂട്ടം, ഒരു ചെവി വിരിക്കും, മറുചെവി മൂടും. എളുപ്പമാണ്, വിരിപ്പും വേണ്ട, പകർന്നും വേണ്ട. എവിടെ പോയാലും ഒരു ചെവി വിരിച്ചിട്ട് അതിൽ കിടക്കും, മറ്റേ ചെവി എടുത്ത് മൂടും. ഇങ്ങനെ 3 ഐറ്റമാണ് വിശദീകരിക്കുന്നത്. അലി റളിയല്ലാഹു അൻഹു വിശദീകരിച്ചപ്പോൾ ഇങ്ങനെയാണ് പറയുന്നത്: ലഹു മഹാലിബു അൻയാബു സിബായി വതദാഇൽ ഹമാമി വതസാഫുൽ ബഹായി വഖവാഉൽ ദിആബി വശുകൂറുൻ തഖീഹുൽ ഹർറ വൽ ബർദ വആദാൻ ഇലാമു ഇഹ്ദാഹാ വബറതു ഇശ്ശത്തൂന ഫിഹാ വഖറാ ജിദ്ദത്തുൻ യുസയ്യിഫൂന ഫിഹാ. എന്ന് പറഞ്ഞാൽ മറ്റ് വന്യജീവികളെ പോലെ നഖങ്ങളും കൊമ്പുകളും തേറ്റകളും ഒക്കെയുള്ള പിന്നെ ശക്തമായിട്ട് രോമാവൃതമായ ശരീരമുള്ള വലിയ ചെവികളുള്ള ഒരു വിഭാഗമാണ് അലി റളിയല്ലാഹു അൻഹു അതിനെ കുറിച്ച് വിശദീകരിച്ചത്. വഹബ് ഇബ്നു മുനബ്ബഹ് എന്നുള്ളവർ പറഞ്ഞത് ഇങ്ങനെയാണ്: ദുൽഖർനൈൻ എന്നുള്ളവർ കെട്ടാൻ വേണ്ടി പോയപ്പോ എന്ത് കണ്ടു? അതിൽപ്പെട്ട ഒരാളെ കണ്ടു. അപ്പോ പറഞ്ഞത് നമ്മളിൽപ്പെട്ട ഒരു ഒത്ത പുരുഷന്റെ ഒരളവ് പോലെയുണ്ട് കണ്ടാർക്കെ. അവരുടെ നഖങ്ങളുടെ സ്ഥാനത്ത് വളരെ നീളമുള്ള നഖശീർഘങ്ങൾ കാണാനിടയായി. അതുപോലെ തന്നെ വലിയ പല്ലുകളും വന്യജീവികളെ പോലുള്ള പല്ലുകളും ഒക്കെ ഒട്ടകത്തിന്റെ പോലുള്ള നഖങ്ങളും പല്ലുകളും കാര്യങ്ങളൊക്കെ അവരിൽ കാണാനിടയായി എന്ന് പറയും. ശക്തമായ രോമാവൃതമായ ശരീരമാണ് അവരെ കാണാൻ ദുൽഖർനൈന് കഴിഞ്ഞത്. ഇനി അവരുടെ ആധിക്യം എത്രയുണ്ടെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് അപ്പോഴാണ് ഒരു ആധിക്യം നമുക്ക് മനസ്സിലാക്കുന്നത്. ശ്രദ്ധിച്ചു നോക്കുക. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഖിയാമത്ത് നാളിൽ പറയുമത്രേ, യാ ആദം, ആദമേ. അപ്പൊ ആദം അലൈഹിസ്സലാം പറയും, ലബ്ബൈക റബ്ബനാ വസഅദി. അല്ലാഹുവേ, എന്താ ഫൈനാദി ബിസൗതി, ശബ്ദത്തോടെ വിളിച്ചു. ഇന്നല്ലാഹ യഅ്മുറുക, അല്ലാഹു സുബ്ഹാനഹു വ തആല താങ്കളോട് കൽപ്പിക്കുന്നതാണ്, അൻതുഖ്രിജ മിൻ ദുരിയതിക ബഅസൻ മിനന്നാർ, നിന്റെ സന്താന പരമ്പരയിൽ നിന്ന് ഒരു കൂട്ടത്തെ നരകത്തിലേക്ക് നീ വിളിക്കുന്നു പറയും. അപ്പോ എത്ര വെച്ച് വിടണം? അപ്പൊ 1000 പേരെ വെച്ച് നരകത്തിലേക്ക്. 999. അങ്ങനെ ആവുമ്പോ ഇത് കേൾക്കുമ്പോ ഗർഭിണികളൊക്കെ പ്രസവിച്ചു പോകും, കുഞ്ഞുങ്ങളൊക്കെ നരച്ചു പോകും. ജനങ്ങളൊക്കെ കൊണ്ട് മത്ത് പിടിച്ച് വല്ലാത്ത അവസ്ഥ. എന്തുകൊണ്ടാണ്? അല്ലാഹുവിന്റെ ശക്തമായ ശിക്ഷയ്ക്ക് തീരുമാനം വരുന്നതിന്റെ പേരിലാണ്, അല്ലാതെ മത്ത് പിടിച്ച വേറെ കാരണങ്ങൾ കൊണ്ടല്ല. ഇത് ജനങ്ങൾക്ക് വളരെ പ്രശ്നമാകും, പ്രയാസമാകും. പോകും. 1000 പേരെ വെച്ച് നരകത്തിലേക്ക് വിടാനുള്ള അല്ലാഹുവിന്റെ നിർദ്ദേശം ലഭിക്കുന്നത്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം റസൂലുള്ളാഹി വിശദീകരിക്കുന്നു, മിൻ യഅജൂജ വമഅജൂജ 999 വമിൻകും വാഹിദ്. അപ്പോൾ അതിലൊരു സമാധാനം അല്ലാഹു സുബ്ഹാനഹു വ തആല എങ്ങനെയാണ് നൽകിയതറിയാമോ? യഅജൂജ് മഅജൂജിൽ നിന്ന് 999 പേരെയും ഒരാളെ നിന്റെ സന്താന പരമ്പരയിൽ. അപ്പൊ ഒന്നിന് 1000-1 എന്ന അനുപാതത്തിലാണ് ഓരോ മനുഷ്യരെയും നരകത്തിലേക്ക് വിടുന്നത്. അങ്ങനെ വിടേണ്ടി വരുമ്പോ അപ്പൊ ഈ 999 എങ്ങനെ ഫിൽ ചെയ്യും? കൊണ്ട് ഫിൽ ചെയ്യും. അതൊന്ന് വെച്ച് കണക്കാക്കി നോക്കിയാൽ മതിയാവും. ഒരു വെളുത്ത കാളയുടെ പുറത്തുള്ള ഒരു കറുത്ത രോമം പോലെയാണ് നിങ്ങൾ. നിങ്ങളല്ലാത്ത ഒരുപാട് പേര് നിങ്ങൾക്ക് ചുറ്റുഭാഗമുണ്ട്. അവരെ കൊണ്ടാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയാണ്, വൽമീല അർജു അൻ തകൂനു റൂഹാഹിൽ ജന്ന, അങ്ങനെയെങ്കിലും സ്വർഗ്ഗത്തിന്റെ 4/1 നിങ്ങളാകണമെന്നാണ് ഞങ്ങൾ ആഗ്രഹിക്കുന്നത്. ഫഖബർനാ, നമ്മൾ തക്ബീർ വിളിച്ചു. സുബ്ഹാന സുൽസാഹിൽ ജന്ന, സ്വർഗ്ഗത്തിന്റെ ആൾക്കാരിൽ 3/1 ആകണമെന്നാണ് ആഗ്രഹിച്ചത്. ഫഖബർനാ, നമ്മൾ വീണ്ടും തക്ബീർ വിളിച്ചു. അവർ ശത്ര അഹ്ലിൽ ജന്ന, സ്വർഗ്ഗത്തിൽ പകുതിയും ഈ മനുഷ്യന്മാരാകണം എന്നാണ് ഞാൻ ആഗ്രഹിക്കുന്നത്, എന്റെ അനുയായികളാകണമെന്നാണ് ഞാൻ ആഗ്രഹിക്കുന്നത് എന്ന് പറഞ്ഞപ്പോ ഞങ്ങൾ അപ്പോഴെ തക്ബീർ വിളിച്ചൊക്കെ പറയുകയുണ്ടായി.
നേരത്തെ പറഞ്ഞല്ലോ, ഇവർ എല്ലാ ദിവസവും ഇവരുടെ ഈ പ്രവർത്തനം തുടർന്നുകൊണ്ടേയിരിക്കുകയാണ്. ദുൽഖർനൈൻ കെട്ടിയ തടയിനെ തകർത്തുകൊണ്ട് മനുഷ്യന്മാരിലേക്ക് ഇറങ്ങി വരാൻ വേണ്ടി. നിവേദിക്കുന്ന ഹദീസിൽ കാണാം, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറയുണ്ടായി, ഇന്ന യഅജൂജ വഅജൂജ യഖ്റാനി കുല്ല യൗമിൻ ഹത്താ ഇദാ കാദു യറൗന ശുആഅ ശംസ്. എല്ലാ ദിവസവും ഇവർ വർക്ക് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. എന്താ വർക്ക്? ഈ തടയുടെ വർക്ക്. ഹത്താ ഇദാ കാദു യറൗന ശുആഅ ശംസ്, സൂര്യന്റെ രശ്മികൾ ഇങ്ങനെ കാണാൻ തുടങ്ങുമ്പോൾ ഖാലല്ലദി അലൈഹി, അവരിൽപ്പെട്ട ഒരാൾ പറയുന്നു, ജീവു ഇന്നിനി മതി, ഇന്ന് വർക്ക് നിർത്തി പോയി, നാളെ കുളിക്കാം, അല്ലെങ്കിൽ നാളെ കുളിക്കാം, ഇന്ന് കുളിച്ചത് മതി, നാളെ കുളിക്കാം. എന്നിട്ട് അവർ നാളെ വരും. നാളെ വന്ന് നോക്കുമ്പോ ഇന്നലത്തേക്കാൾ ശക്തമായിട്ട് തിരിച്ചു വീണ്ടും പോകും. ചിന്തിക്കണം, ശക്തമായ ഇരുമ്പി കട്ടകൾ വെച്ചിട്ട് ചെമ്പ് വെച്ച് ഉരുക്കി പിടിപ്പിച്ചിരിക്കുന്ന റദുവിനെ സദ്യനെ പൊളിക്കാനുള്ള ദിനേന വർക്ക് ഒന്ന് പുരോഗമിച്ച് അത് ഒന്ന് ഇതായി വരുമ്പോ ഒന്ന് നിർത്തി ബാക്കി നാളെ ചെയ്യാം. പക്ഷെ നാളെ വരുമ്പോ പഴയതുപോലെ. അങ്ങനെ അല്ലാതെ പഴയതുണ്ടാക്കില്ലെങ്കിൽ സാധനം ഇറങ്ങിയോട് നിന്ന് നമുക്ക് ശേഷം പറയണം. അങ്ങനെ അവർ തിരിച്ചെല്ലാ ദിവസവും തുടങ്ങി വരും. അങ്ങനെ ഒരു ദിവസം അള്ളാഹുവിന്റെ തീരുമാനം വരുമ്പോ ഇവര് ഇത് പൊട്ടിക്കുക തന്നെ ചെയ്യും. ഇത് പൊട്ടിച്ചിട്ട് അവർ പുറത്തേക്ക് ഇറങ്ങി വരും. അത് പുറത്തേക്ക് ഇറങ്ങി വന്നാൽ നമുക്ക് വരാൻ പോകുന്ന നാശം വിവരണാതീതമാണ്. വേറെ സ്ഥലത്ത് അല്ലാഹു സുബ്ഹാനഹു വ തആല ഖുർആനിൽ ഒരു സ്ഥലത്ത് അതിന്റെ ആ ഒരു വരവിനെ കുറിച്ച് ഇങ്ങനെയാ പറയുന്നത്. എന്താ പറയുന്നത്? ഹത്താ ഇദാ ഫുതിഹത് യഅജൂജ വമഅജൂജ വഹും മിൻ കുല്ലി ഹദബിൻ യൻസിലൂൻ. ഈ യജൂജ് മാജൂജ് ഈ സദ്ദിനെ പൊട്ടിച്ച് ചാടിയാലുണ്ടല്ലോ, പിന്നെ സംഭവിക്കാന്ന് പറഞ്ഞാൽ ഈ പ്രപഞ്ചം നിറയെ എല്ലാ ഉയർന്ന പ്രദേശങ്ങളിൽ നിന്നും എറുമ്പുകൾ, നമ്മളിപ്പോ ഒരു സ്ഥലത്തേക്ക് നമ്മൾ എന്തെങ്കിലുമൊക്കെ മധുരമുള്ള സാധനം വെച്ച എറുമ്പുകൾ നാല് ഭാഗത്ത് വരൂല, ഇങ്ങനെ ഇല്ല അഴിച്ചു വിട്ടത് കണക്ക്, ഈ വെള്ളം തുറന്നു വിട്ടത് കണക്ക്, മൗജ് കണക്ക്, തിരമാല കണക്ക്, അമ്മാതിരി വരവാ വരുന്നത്. ആർക്കും ഒന്നും ചെയ്യാൻ കഴിയില്ല. ലോകത്തൊരു മനുഷ്യനോ സംവിധാനങ്ങൾക്കോ സൗകര്യങ്ങൾക്കോ എത്രത്തോളം ഈസാ നബി അലൈഹി ഇസ്ലാം വന്ന് ദജ്ജാലിനെ വകവരുത്തി മുഅ്മിനീങ്ങളുമായിട്ട് സത്യവിശ്വാസികളുമായിട്ട് ചേർന്ന് നിൽക്കുന്ന ആശ്വാസത്തിൽ നിൽക്കുമ്പോഴാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല അല്ലാഹുവിന്റെ അടിമകളിൽപ്പെട്ട ഈ അടിമകളുടെ വിശേഷം ഈ അവരെ തുറന്നു വിടുന്നത്. അതിനെക്കുറിച്ച് അല്ലാഹു സൂറത്തുൽ അംബിയായിൽ ഇങ്ങനെ പറഞ്ഞത്, ഹത്താ ഇദാ ഫുതിഹത്, ഈ സത്ത് തുറക്കപ്പെട്ടാൽ, യജൂജ് വമഅജൂജ് യജൂജ് മഅജൂജ് തുറക്കപ്പെട്ടാൽ പറഞ്ഞാൽ ആ സത്ത് പൊളിക്കപ്പെട്ടാൽ, വഹും മിൻ കുല്ലി ഹദബിൻ യൻസിലൂൻ, എല്ലാ ഉയർന്ന പ്രദേശങ്ങളിൽ നിന്ന് ഇങ്ങനെ കൂത്തരങ്ങായിട്ട് ഇങ്ങനെ വന്നു പറഞ്ഞുകൊണ്ടേയിരിക്കും. അങ്ങനെ അവർ വന്നാൽ അവരുടെ വിശേഷണം റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തന്നെ പറയണ്ടായി. എന്താണ്? അല്ലാഹു സുബ്ഹാനഹു വ തആല ഈസാ അലൈഹിസ്സലാമിനെ വർഗ്ഗീകരിച്ചു കൊടുത്തു. ഈസാ അലൈഹിസ്സലാമും ദജ്ജാലിനെ കൊന്നു കഴിഞ്ഞ് ഇങ്ങനെ സന്തോഷത്തിൽ ആശ്വാസത്തിൽ ഉമ്മത്തുമായിട്ട് നിൽക്കുമ്പോഴാണ് പറയുന്നത്, ഔഹല്ലാഹു തആല ഇലാ ഈസാ ഇന്നി ഖദ് അഖ്റജതു ഇബാദൻ ലീ ലാ ഇലാഹ ഇല്ലാ ബിഖതാലി ഫഹൽസി ഇബാദി ഇലാ തൂർ. അങ്ങനെ നോക്കുമ്പോൾ നാല് വശത്തു നിന്നും ഇങ്ങനെ ഭയങ്കരമായ മഴവെള്ളച്ചാട്ടം പോലെ വന്ന് മറിയുകയാണ് യജൂജ് മഅജൂജ്. ഭയങ്കര അക്രമികാരികളാണ്, ആയുധധാരികളാണ്, ഭയങ്കര ഫസാദാണ്. അവരുടെ മുമ്പിൽ എന്തെങ്കിലും ഒരു ജീവിയെ കണ്ടാൽ മുഴുവൻ തിന്നു കളയും. അവരുടെ മുമ്പിൽ എന്തെങ്കിലും വെള്ളങ്ങൾ കാണുന്ന പിന്നെ ഈ ജോർജിയയിലുള്ള തബരിയ എന്നറിയപ്പെടുന്ന നദിയുണ്ട്. ഈ നദിയിലുള്ള ഒരു ടീം പാസ് ചെയ്ത് വെള്ളം മൊത്തം കുടിച്ചു തീർക്കുക. അടുത്ത ടീം വരുമ്പോൾ ഒരു തമ്മ സംസാരിക്കുമെന്നാണ് ഹദീസിലുള്ളത്. മുമ്പ് ഇവിടെ ഒരു നദി ഉണ്ടായിരുന്നു, മുമ്പ് ഇവിടെ ഒരു തടാകം ഉണ്ടായിരുന്നു, മുമ്പ് ഇവിടെ ഒരു ജലാശയം ഉണ്ടായിരുന്നു എന്ന് പറയും. പറഞ്ഞാൽ അത്ര നാശമാണ്, ഫസാദാണ് അവരുണ്ടാക്കിക്കൊണ്ടിരിക്കുന്നത്. തുറന്നു വിട്ട് കഴിഞ്ഞാൽ, അവരത് പൊളച്ച് പുറത്തു താടി കഴിഞ്ഞാൽ എല്ലാ ഉയരമുള്ള പ്രദേശങ്ങളിൽ നിന്നും ഇതിങ്ങനെ വന്നു മറിയും.
അങ്ങനെ അതിലെ വെള്ളം മുഴുവൻ കുടിച്ചു തീർത്തിട്ട് അതിൽ അവസാനം വരുന്ന അതിന് ശേഷം വരുന്ന ടീം പറയും മുമ്പൊരു കാലത്ത് ഇവിടെ വെള്ളം ഉണ്ടായിരുന്നു. അപ്പൊ ചിന്തിച്ചു നോക്കണം, ഒരു സമൂഹം കടന്നുപോവുകയും അവർ പോയ വഴിയിൽ വെള്ളമെല്ലാം തീർത്തു പോകുന്ന രംഗം എത്ര ശക്തമായിരിക്കും ആ ഒരു പ്രതിസന്ധി എന്നാലോചിച്ചു. അങ്ങനെ അല്ലാഹു സുബ്ഹാനഹു വ തആല ഈസാ അലൈഹിസ്സലാമിനെ വഹീകരിച്ചു കൊടുക്കും, അടിമകളെല്ലാം കൂടി തൂർ പർവ്വതത്തിലേക്ക് ഒരുമിച്ച് കൂട്ടാൻ. അങ്ങനെ അവർ തുരിസീന മലയിലേക്ക് എല്ലാ മനുഷ്യന്മാരെയും ഒരുമിച്ച് കൂട്ടും. ഈ ഭൂമി മുഴുവൻ കൊണ്ട് നിറയും. അങ്ങനെ ഇവർക്ക് ഭൂമിയിലേക്ക് ഇറങ്ങി വരാൻ അവർ മലയിൽ തന്നെ കഴിയുന്നത് അവർക്ക് സാധാരണ അവരുടെ ജീവിത പ്രദേശങ്ങളിലേക്ക് കടന്ന് തിരിച്ചു വരാൻ കഴിയാത്തതുകൊണ്ട് തന്നെ ദാരിദ്ര്യം കൊണ്ട് അവർ ബോധ്യപ്പെട്ടു. ഹദീസിൽ കാണാം, എന്താണ് എത്രത്തോളം ബോധ്യക്കേട് വരുമെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു കാളയുടെ തല 100 ദിർഹമിനേക്കാൾ വിലയുള്ള അത്ര ദാരിദ്ര്യം കൊണ്ട് ബോധ്യപ്പെട്ട് തിരിച്ചവർക്ക് വരാൻ കഴിയില്ല. കാരണം ഭൂമി നിറയെ കൊണ്ട് നിറഞ്ഞിരിക്കുക. അന്നേ ദിവസം 100 ദീനാറിനേക്കാൾ കാളയുടെ തല അവരുടെ വിലയുണ്ടാവും. അവർ ഇത്രയും വലിയ പ്രതിസന്ധിയിൽ ഈസാ അലൈഹിസ്സലാമും അല്ലാഹുവിന്റെ ഇബാദുകളും കൂടി അല്ലാഹുവിലേക്ക് കൈയുയർത്തും, അല്ലാഹുവിലേക്ക് പ്രാർത്ഥിക്കും അല്ലാഹുവിന്റെ സഹായത്തിന് വേണ്ടി. അല്ലാഹു സുബ്ഹാനഹു വ തആല ഫയുർസിലുല്ലാഹു അലൈഹിം നഖഫ ഫീ റിഖാബിഹിം. ചിന്തിച്ചു നോക്കണം, ഇതൊക്കെ നമ്മൾ മനസ്സിലാക്കണം. സൂറത്തുൽ കാഫിലൂടെ നമ്മൾ മനസ്സിലാക്കണം. ഒരു ആഴ്ചയിൽ ഇത് പാരായണം ചെയ്യുമ്പോൾ അല്ലാഹുവിന്റെ തീരുമാനം വന്നു കഴിഞ്ഞാൽ ലോകത്തൊരു സംവിധാനങ്ങൾക്ക് നിലനിൽപ്പില്ല. വേറൊരു സംവിധാനങ്ങൾക്കും അതിനെ അതിജയിക്കാനോ വിജയിക്കാനോ കഴിയില്ല. നോക്കി, ഈസാ നബി ഇസ്ലാം ദജ്ജാൽ എന്ന ഏറ്റവും വലിയ ഫിത്നയെ കൈയടക്കി ഒതുക്കിയിട്ടാണ് കാത്തു നിൽക്കുന്നത്. പക്ഷേ ഈസാ നബി അലൈഹി ഇസ്ലാമിന്റെ സമൂഹത്തിന് പോലും ഒന്നും ചെയ്യാൻ വയ്യാതെ നിന്ന് പോകുന്ന ഈ ശക്തമായ പ്രളയത്തിനിടയിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല അതിനെ നശിപ്പിക്കാൻ വേണ്ടി എടുക്കുന്ന ഒരു രീതിയുണ്ട്. എന്താണെന്നറിയാമോ? അല്ലാഹു ഒരു നഖഫിനെ, ഒരു വൈറസിനെ, ഒരു രോഗാണുവിനായിട്ട് അത് വന്നിട്ട് യജൂജ് വജൂജിൽപ്പെട്ട ഒന്നിന്റെ പിടലിയെ ബാധിക്കും. അങ്ങനെ ഒന്നിൽ ബാധിച്ച് അത് അടുത്തതിൽ വരും, അത് അടുത്തതിൽ വരും. അങ്ങനെ പരക്കെ വ്യാപിച്ച് യജൂജ് മജൂജ് മുഴുവൻ ഈ വൈറസ് മുഖേന കൊല്ലപ്പെട്ടു പോകും എന്നാണ്. അങ്ങനെ അവർ മുഴുവൻ മരിച്ചു വീഴും. അവർ മുഴുവൻ ഒരു ശരീരം പോലെ മരിച്ചു ഭൂമിയിലേക്ക് വീഴും. ഒരൊറ്റ ശരീരം പോലെ മരിച്ച് ഭൂമി മുഴുവൻ അവരുടെ ശവശരീരങ്ങൾ, ശക്തമായ ദുർഗന്ധം, കാല് വെക്കാൻ പറ്റാത്ത തരത്തിൽ ഭൂമി നിറയെ അവരുടെ ശരീരമാവും. അതിനുശേഷം മലയിൽ നിന്ന് ആ പർവ്വതത്തിൽ നിന്ന് ഈസാ അലൈഹിസ്സലാമും അല്ലാഹുവിന്റെ ദാസന്മാരും കൂടി ഭൂമിയിലേക്ക് ഇറങ്ങി വരും. അവരുടെ ശരീരം കൊണ്ടും ദുർഗന്ധം കൊണ്ടും ഭൂമിയിൽ കാല് വെക്കാൻ കഴിയാതെ ബുദ്ധിമുട്ടും. വീണ്ടും ഈസാ അലൈഹിസ്സലാം കൂടി അല്ലാഹുവിലേക്ക് വീണ്ടും ദുആ ചെയ്യുന്നു, അല്ലാഹുവേ നിർവാഹമില്ല, ഭൂമി നിറയെ ശവങ്ങളാ, ആ ശവശരീരങ്ങളുടെ ദുർഗന്ധങ്ങളാ, എന്ത് ചെയ്യും? അല്ലാഹു സുബ്ഹാനഹു വ തആല ഒട്ടകത്തിന്റെ കഴുത്ത് പോലുള്ള ഒരു പക്ഷി അല്ലാഹു അയക്കും. ഇതൊക്കെ പ്രാപഞ്ചിക പ്രതിഭാസങ്ങളുടെ പിന്നിൽ നിന്ന് കൈകാര്യം ചെയ്യുന്ന ഒരു പ്രപഞ്ച സൃഷ്ടാവുണ്ട് എന്ന് നമ്മൾ വീണ്ടും വീണ്ടും പഠിപ്പിക്കുക. സംവിധാനങ്ങൾക്കോ സൗകര്യങ്ങൾക്കോ നിർവാഹമില്ല. എന്ത് വന്നാലും നമ്മൾ അതിന് പരിഹാരം കാണണം. നമ്മൾ അതിന്റെ പ്രാപഞ്ചിക പ്രതിഭ, പിന്നെ അതിനൊരു പ്രതിവിധി കണ്ടെത്തുന്നൊക്കെ അഹങ്കരിക്കുന്നവരാണ് നമ്മൾ. പക്ഷെ റബ്ബിന്റെ തീരുമാനം നടപ്പിലായാൽ അങ്ങോട്ട് തന്നെ കൈയുയർത്തലല്ലാതെ നിർവാഹമില്ല. അപ്പൊ അവരുടെ ശല്യം പറഞ്ഞപ്പോ അല്ലാഹു വൈറസിനെ കൊടുത്തതിനെ കൊന്നു കളഞ്ഞു. പക്ഷെ കൊന്നു കളഞ്ഞിട്ട് പോലും അതിന്റെ ഈ ഗഡുതിയിൽ നിന്ന് അവർക്ക് മോചനമില്ല. വീണ്ടും കൈയുയർത്തി അല്ലാഹു സുബ്ഹാനഹു വ തആല ഒരു പക്ഷി അയച്ചു. ഈ പക്ഷികളെല്ലാം ഇങ്ങനെ പറന്നു വന്നിട്ട് ഈ ഭൂമിയിൽ നിറഞ്ഞു കിടക്കുന്ന ഈ യജൂജ് ശവശരീരങ്ങളെല്ലാം കുത്തിയെടുത്ത് അല്ലാഹു നിശ്ചയിച്ച ഒരു സ്ഥലത്തേക്ക് അതിനെ കൊണ്ടുപോയി കിടക്കും. لا يكن منه بيت مدر ولا وبر فيغسل الارض حتى يتركها كالزلقه. അവസാനം അല്ലാഹു സുബ്ഹാനഹു വ തആല ഒരു മഴ അയച്ചു. ഈ മഴ വന്നിട്ട് ഭൂമിയിലെ മുഴുവൻ ഒഴിച്ച് കഴുകി വൃത്തിയാക്കി ശുദ്ധമാക്കി. എന്നിട്ട് ഭൂമിയോട് അല്ലാഹു പറയും, അംബിതി സമറതകി വറതി ബർകതകി. നീ നിന്റെ ഫലവർഗ്ഗങ്ങളെ പുഷ്പിച്ചു, ഫലവർഗ്ഗങ്ങളെ നീ പൊളിപ്പിച്ചു. ഇനി നിന്റെ അനുഗ്രഹത്തെ, നിന്റെ ഐശ്വര്യത്തെ, നിന്റെ ബർക്കത്തെ നീ പുറത്തു കൊണ്ടുവാ
എന്ന് പറഞ്ഞുകൊണ്ട് അല്ലാഹു സുബ്ഹാനഹു വ തആല ഈ ഭൂമിയെ സമാശ്വാസത്തിലെത്തിക്കും. ഈ ഇത്രയും കെടുതിയുള്ള ഈ സാധനത്തെ ഒരു സത്തിന്റെ ഉള്ളിൽ തളച്ചിട്ടിരിക്കുകയാണ് അല്ലാഹു ദുൽഖർനൈൻ എന്ന ലോക ചക്രവർത്തി. അതുകൊണ്ടാണ് ഇടയ്ക്ക് അല്ലാഹു റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം നമ്മെ ഓർമ്മിപ്പിച്ചത്, അറബികളോടാണ് പറഞ്ഞതെങ്കിലും നമ്മളോട് പറയാണ്, ശ്രദ്ധിക്കണം, സൂക്ഷിക്കണം. അവര് ആ സദ്ദിനെ ഇത്ര തുരങ്കമുണ്ടാക്കിയിരിക്കുന്നു. ഇനി തുച്ഛമായ സമയങ്ങളെ ബാക്കിയുള്ളൂ. യജൂജ് മജൂജ് വന്നു കഴിയുമ്പോൾ പിന്നെ ലോകത്തിന്റെ അവസാനത്തിലേക്ക് അടുക്കുകയാണ്. അപ്പൊ അതുകൊണ്ട് വളരെ ശ്രദ്ധയോടെ സൂക്ഷ്മതയോടെ ജീവിക്കുക. എല്ലാ ആഴ്ചയും സൂറത്തിൽ പാരായണം ചെയ്യുമ്പോൾ നമ്മൾ ഈ വസ്തുതകളിലൂടെയാണ് കടന്നു പോകാനുള്ളത്. അപ്പൊ അതിലൂടെയാണ് നമ്മൾ അതിജീവനത്തിന്റെ രീതിശാസ്ത്രം പഠിക്കുകയും പരിശീലിക്കുകയും ചെയ്യേണ്ടത്. അല്ലാഹു സുബ്ഹാനഹു വ തആല പിന്നെ പറയുകയാണ്, ബാക്കിയുള്ള ആയത്തുകളിലൂടെ സൂചിപ്പിക്കാം, വഅർദ്നാ ജഹന്നമ യൗമൈദിൻ ലിൽകാഫിരീന അർളാ. ജഹന്നമിനെ കാഫിറുകൾക്ക് കാണിച്ചു കൊടുക്കാൻ. അല്ലദീന കാനത അയ്യുൻ ഫീ ഖിതാഇൻ അൻ ദിക്രി. എന്റെ ഓർമ്മയിൽ നിന്ന് മറഞ്ഞു കഴിഞ്ഞാൽ, എന്റെ ഓർമ്മയിലാകാത്ത അശ്രദ്ധമായിട്ട് കഴിഞ്ഞ ഒരു സമൂഹത്തിന് ജഹന്നം നമ്മൾ കാണിച്ചു കൊടുക്കും. വകാനൂ ലാ യസ്തതിഊന സമഅ. കേൾക്കാൻ കഴിയുകയില്ല എന്ന് പറഞ്ഞാൽ അവരുടെ ദിക്റിൽ നിന്ന് അശ്രദ്ധരാണ്. കേൾക്കേണ്ടത് കേട്ട് ഉൾക്കൊള്ളാൻ കഴിയാത്ത തരത്തിൽ അശ്രദ്ധയിൽ കഴിയുന്ന, കാണേണ്ടത് കാണാത്ത, കേൾക്കേണ്ടത് കേൾക്കാത്ത ഒരു സമൂഹത്തെ കുറിച്ചാണ് പറയുന്നത്. അഫഹസിബല്ലദീന കഫറൂ. അവിശ്വാസികൾ വിചാരിക്കുന്നുണ്ടോ, അയ്യത്തഖ്ലൂ ഇബാദി മിൻ ദൂനി ഔലിയാ. എന്റെ അടിമകളെ, ഈസാ നബിയുടെ അടിമയാണ്, ഉസൈറിന്റെ അടിമയാണ്, മലായികത്തിന്റെ അടിമയാണ്, അങ്ങനെ പടച്ചവരല്ലാത്തതെല്ലാം പടച്ചവന്റെ പടപ്പുകളാണ്. ആ പടപ്പുകളെ ഇബാദത്ത് ചെയ്യാം, അനുസരിക്കാം എന്ന് അവർ വിചാരിക്കുന്നുണ്ടോ? ഇന്നാ അഅ്തദ്നാ ജഹന്നമ ലിൽ കാഫിരീന നുസുലാ. അങ്ങനെയുള്ളവർക്ക് വേണ്ടി ഞാൻ ഒരു വിരുന്ന് കരുതി വെച്ചിട്ടുണ്ട്. എന്താണെന്നറിയോ? ജഹന്നം. അല്ലാഹു പറയുകയാണ്, ഖുൽ ഹൽ നുനബ്ബിഉകും ബിൽ അഖ്സരീന അഅമാല. നിങ്ങൾക്ക് ഏറ്റവും വലിയ നഷ്ടമാണികൾ ആരെന്ന് ഞാൻ പറഞ്ഞു തരട്ടോ. നബി പറഞ്ഞു കൊടുക്കണം, ഹൽ നുനബ്ബിഉകും, ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു തരട്ടോ, ബിൽ അഖ്സരീന അഅമാല. അമലുകളാൽ, സൽക്കർമ്മങ്ങളാൽ ഏറ്റവും നഷ്ടം അനുഭവിക്കുന്ന ഒരു സമൂഹമുണ്ട്. ആരെന്നറിയോ? അല്ലദീന വല്ല സഅയ്ഹും ഫിൽ ഹയാത്തി ദുനിയാ. അവർ ദുനിയാവിലുള്ള അവരെന്തെല്ലാം പരിശ്രമങ്ങൾ ചെയ്താലും, എന്തെല്ലാം സൽക്കർമ്മങ്ങൾ ചെയ്താലും, ജീവകാരുണ്യ പ്രവർത്തനം ചെയ്താലും, ചാരിറ്റി ചെയ്താലും എല്ലാം പാഴാണ്. വഹും യഹ്സബൂന അന്നഹും യുഹ്സിനൂന സുൻആ. നല്ലത് ചെയ്യുന്നു എന്നാണ് അവർ വിചാരിക്കുന്നത്. ഉലൈകല്ലദീന കഫറൂ ബിആയാതി റബ്ബിഹിം വലിഖാഇ. അല്ലാഹയെ വിശ്വസിക്കാത്ത, അല്ലാഹയെ നാളെ നേരിട്ട് കാണേണ്ടി വരുമെന്ന പരമയാഥാർത്ഥ്യത്തെ അംഗീകരിക്കാത്തവരാണ് ഞങ്ങളാ വിജയികൾ. എന്റെ ശബ്ദം കേൾക്കുന്നവരെ, സംസാരിക്കുന്നവരെ, കേൾക്കുന്നവരെ നമ്മളാണ് വിജയികൾ. അല്ലാഹുവിനെ അറിയാനും മനസ്സിലാക്കാനും പറയാനും കേൾക്കാനും ഭാഗ്യം കിട്ടി. അല്ലാഹു നമ്മുടെ ഈമാൻ കബൂലാക്കി തരട്ടെ. ഈമാൻ സലാമത്തായിട്ട് മരിച്ച് നല്ല മുഅ്മിനീങ്ങളായിട്ട് അല്ലാഹുവിനെ കണ്ടെത്താൻ നമുക്ക് അല്ലാഹു തൗഫീഖ് തരട്ടെ. അല്ലാത്തവർ, വിശ്വസിക്കാൻ ഭാഗ്യം കിട്ടാത്തവർ, അതുപോലെ അല്ലാഹുവിനെ കണ്ടുമുട്ടാൻ പ്രതീക്ഷിക്കാത്തവർ, അവരാണവർ. എന്തെല്ലാം തൽക്കർമ്മങ്ങൾ ചെയ്താലും അവർ അവരൊക്കെ പൊളിഞ്ഞു പോകും. ഫലാ നഖീമു ലഹും യൗമൽ ഖിയാമത്തി വസ്നാ. ഖിയാമത്ത് നാൾ അവർക്ക് ഒരു തൂക്കം ഉണ്ടാവില്ല. ഖിയാമത്ത് നാളിൽ അവർക്ക് ഒരു തൂക്കം ഉണ്ടാവില്ല. വെറും നിഷ്ഫലമാണ് അവർ. ذلك جزاؤهم جهنم. അവർക്കുള്ള പ്രതിഫലം ജഹന്നമാണ്. ബിമാ കഫറൂ. അവർ അവിശ്വസിച്ചതിന്റെ കാരണത്താൽ. വത്തഖദൂ ആയാതി വറുസുലി ഹുസ്വാ. എന്റെ മുർസലികളെയും എന്റെ ദൃഷ്ടാന്തങ്ങളെയും അവർ പരിഹസിച്ചതിന്റെ പേരിൽ, കളിയാക്കിയതിന്റെ പേരിൽ അവർക്ക് ജഹന്നമാ വെച്ചിരിക്കുന്നത്. അപ്പൊ അതുകൊണ്ട് സത്യവിശ്വാസികൾക്കുള്ള സന്തോഷ വാർത്ത വരുന്നുണ്ട്. അത് അല്ലാഹുവിന്റെ ഖുർആനിൽ അങ്ങനെയാണ് എപ്പോഴും ബാലൻസ് ചെയ്യുന്നത്. അവിശ്വാസികളെ കുറിച്ച് പറയുമ്പോൾ, ദുഃഖം പറയുമ്പോൾ, വിഷമം പറയുമ്പോൾ, നരകം പറയുമ്പോൾ അതിനൊരു സന്തോഷം പറയും. ഇൻഷാ അല്ലാഹ് അത് നമുക്ക് തൊട്ട് അടുത്ത് വരുന്ന ഇൻഷാ അല്ലാഹ് ക്ലാസ്സിൽ, നാളത്തെ നമ്മുടെ പര്യവസാന ക്ലാസ്സിൽ ഇൻഷാ അല്ലാഹ് അതിനെക്കുറിച്ച് സംസാരിക്കാം. അല്ലാഹു സുബ്ഹാനഹു വ തആല കാര്യങ്ങൾ മനസ്സിലാക്കി അല്ലാഹുവിന്റെ ദീൻ, അല്ലാഹുവിന്റെ ഖുർആൻ നമ്മുടെ മുന്നിൽ സ്പഷ്ടമായി വ്യക്തമായി നടന്നതും നടന്നുകൊണ്ടിരിക്കുന്നതും നടക്കാനിരിക്കുന്നതുമായ കാര്യങ്ങളെ വിവരിച്ചുകൊണ്ട് സജീവമായിട്ട് നിലനിൽക്കുകയാണ്. ദിനേനയും
പിന്നെ ആഴ്ചകളായിട്ടും ഒക്കെ നമ്മൾ പാരായണം ചെയ്തുകൊണ്ടിരിക്കുന്ന ഈ പരമ യാഥാർത്ഥ്യം നമ്മുടെ ഹൃദയത്തിന്റെ ഉള്ളിലേക്ക് ഇറങ്ങണം. ഇത്ര ശക്തനായ ഒരു ശക്തനായ ഒരു സൃഷ്ടാവ് നമ്മുടെ പിന്നിൽ പ്രവർത്തിച്ചു കൊണ്ടേയിരിക്കുന്നു. നമ്മുടെ ഓരോ ചലനങ്ങളും അവൻ വീക്ഷിച്ചു കൊണ്ടേയിരിക്കുന്നു. അവന്റെ നടപടികളാണ് ഇവിടെ നടന്നുകൊണ്ടിരിക്കുന്നത്. നമ്മളൊക്കെ ഇതിന്റെ അകത്ത് ചെറിയ ചെറിയ ഇയാമ്പാറ്റകൾ പോലെ മാത്രമാണ്. അപ്പൊ അതുകൊണ്ട് ശക്തിയും കൂവത്തും കഴിവും അറിവും എല്ലാം ഇതിന്റെ പിന്നിലിരുന്ന വലിയ ശക്തി നമുക്ക് തരുന്നെങ്കിലേ ഉള്ളൂ. അപ്പൊ അതുകൊണ്ട് നമ്മുടെ ശക്തിയിലും അറിവിലും ഒന്നും നമ്മൾ അഹങ്കരിക്കണ്ട. അള്ളാഹുവിന്റെ തീരുമാനങ്ങൾക്കനുസരിച്ചാണ് പ്രപഞ്ചത്തിലെ ഓരോ വസ്തുതകളും നടന്നുകൊണ്ടിരിക്കുന്നത്. അള്ളാഹു കാര്യങ്ങൾ മനസ്സിലാക്കിയ വലിയ തൗഫീഖ് തരട്ടെ. വാഖിറു ദഅവാനാ അനിൽ ഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.